കുഞ്ഞാമ്മയ്ക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ നെയ്ബർ ഒരു സിറിയൻ ഫാമിലി ഉണ്ട്. അപ്പോൾ അവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പൊതിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങളിതേ പാർക്കിലേക്ക് പോവുകയാണേ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഡാൻസ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇന്ന് ഒന്ന് കുക്ക് ചെയ്യണ്ട. ഇന്നലെ കുറേ ബിരിയാണി വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നുമില്ല. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളെ കണ്ടത്. പിന്നെ ഞങ്ങളിതേ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാമ്മി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി. ഒരു പൂച്ച കുഞ്ഞാമ്മയുടെ അടുത്തേക്ക് വന്നു. അത് പിന്നെ കുറേ നേരം കുഞ്ഞാമ്മയുടെ കൂടെ കളിച്ചു. കണ്ടോ, അതിന് കുഞ്ഞാമ്മീനെ ഭയങ്കര ഇഷ്ടമായി. കുറേ നേരം അത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് ടൈമേ കാണിക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. കുഞ്ഞാമ്മയ്ക്കാണെങ്കിൽ അതിനെ വീട്ടിൽ കൊണ്ടുവന്നാന്നൊക്കെ ഉണ്ട്, പക്ഷെ അത് വേറെ ആരോ വളർത്തുന്ന പൂച്ചയാണ്. അതിൻ്റെ കഴുത്തിലൊരു മണിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു പൂച്ച, ഭയങ്കര ക്യൂട്ടായിരുന്നു ആ പൂച്ചേനെ കാണാൻ. അത് പിന്നെ എന്തോ കണ്ട് അങ്ങ് ഓടിപ്പോയി. ആ തക്കത്തിൽ ഞാൻ കുഞ്ഞാമ്മീനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെയും അത് ഞങ്ങളുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുഞ്ഞാമ്മീനെ കാണിക്കാതെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് അവിടെ നിന്ന് എസ്കേപ്പായി. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞാമ്മ അവിടെ കിടന്ന് കരച്ചിലാവും, പിന്നെ അതിനെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയും. അങ്ങനെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ വേഗം അങ്ങ് എസ്കേപ്പായി. ഇതേ പിന്നെ ഈ സാധനത്തിനെ കണ്ടു കേട്ടോ. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ആ ലേഡി കുഞ്ഞാമ്മീനെ കണ്ടപ്പോൾ അതിനെ അവിടെ നിർത്തിയിട്ട് കുഞ്ഞാമ്മയ്ക്കാണെങ്കിൽ ഡോഗ്സിന് അത്ര ഇഷ്ടമില്ല, കാരണം ആൾക്ക് പേടിയാണ്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള പാർക്ക്. ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും വരാറ്. എനിക്കെന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലോ ഒക്കെ ഞാനിവിടെ വന്നിരുന്ന് ചെയ്യും. കുഞ്ഞാമ്മ ഇവിടെ ഇങ്ങനെ കളിച്ചെടുക്കും. കുഞ്ഞാമ്മ കളിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞാമ്മ ആകെ സ്ലൈഡിൽ മാത്രമേ കയറുള്ളൂ. ബാക്കി എല്ലാത്തിലും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം കയറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാമ്മയ്ക്ക് സ്ലൈഡാണ് ഏറ്റവും ഇഷ്ടം. ഇതിപ്പോൾ ഇവിടെ എന്താ പറയണതെന്നറിയോ, അതിൽ തൂങ്ങി ഞാൻ അവിടെ നിന്ന് തൂങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങി വരണം എന്നാണ് പറയണത്. അപ്പോൾ ഞാനിങ്ങനെ തൂങ്ങാനൊക്കെ ഒന്ന് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. പിന്നെ അവൾ എന്നിട്ട് പറയുവാണ് അവൾ പോയി തൂങ്ങാന്ന് കേട്ടോ. അവളുടെ കുഞ്ഞിക്കാലം വെച്ച് അവളെ എങ്ങനെ കയറാനാവും വീട്ടിൽ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ കാല് വെച്ചിട്ട് കയറി, പക്ഷെ ആൾക്ക് മനസ്സിലായി നടക്കില്ല എന്ന് അപ്പം തന്നെ ഇറങ്ങിപ്പോന്നു. പിന്നെ അവളവിടെ സ്ലൈഡിൽ ഇരിക്കുവാണല്ലോ എന്നുള്ള സമാധാനത്തിൽ ഒന്ന് വന്ന് ആടി ഇരിക്കാലോ, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ആൾ വന്നു. എന്നിട്ട് ഞാൻ സ്വീറ്റിയാണ്, അവൾ മമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇതാണ് അവസ്ഥ. അവൾക്ക് ഇതിനകത്ത് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനകത്ത് ഞാനും കൂടി കയറിയിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ കയറാറില്ല. പിന്നെ അടുത്ത സാധനം, ഇതിനകത്തൊന്നും അവൾക്ക് തനിയെ കയറാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കയറിയതാണ് കേട്ടോ, അല്ലാതെ എനിക്ക് കുത്തിയിട്ട് കയറിയതല്ല. ഇതിനകത്തൊക്കെ കുഞ്ഞാമ്മയ്ക്ക് വെയിറ്റ് കുറവായതുകൊണ്ടേ വെയിറ്റ് ബാലൻസ് ചെയ്ത് നമ്മൾ കളിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് കാലും കൈയൊക്കെ വേദന എടുക്കും അവളെ ബാലൻസ് ചെയ്ത് പിടിക്കുമ്പോൾ. എന്നാൽ പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചാൽ കൊട്ടയ്ക്കേറി ഒന്ന് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേക്കും അവൾക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞങ്ങ് തുടങ്ങി. കുഞ്ഞാമ്മി ഹാപ്പിയായോ? കുഞ്ഞാമിന്ന് അതാണ് ഹാപ്പിയായേ. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ.